ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാറോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് എൻ്റെ കൂടെ ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി മാത്രം ആയിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിലിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണ്ടി തന്നെ അവിടെയും ഫോളോ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. ആൻഡ് അവിടെയും നിങ്ങൾക്ക് വേണ്ടി തന്നെ മെസ്സേജ് ചെയ്യാം. പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അതല്ലാണ്ട് എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെച്ചാൽ അത് ജോയിൻ ചെയ്യാം. ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് കിട്ടും. അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ല എൻ്റെ യൂട്യൂബ് പേജിൽ ജോയിൻ ബട്ടൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മാർച്ചിൽ കറണ്ട് ഫീലിങ്സിൻ്റെ മെസ്സേജ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഒരു 8 ഓഫ് സോർഡ്സ് വീണു, പക്ഷേ നമ്മൾക്ക് ആദ്യം അത് തിരിച്ചിട്ട് ആദ്യം അത് വീഴുണ്ടോ, ആദ്യം അത് പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്കാം. പക്ഷെ നിങ്ങളുടെ ഓവറോൾ എനർജി 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി കിങ് ഓഫ് കപ്സ്. കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും എടുക്കുക 3 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഹെർമിറ്റ്. ഈ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് വാൻഡ്സ്. ഇന്റൻഷൻ നിങ്ങളുടെ ടെമ്പറൻസ്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ ക്വീൻ ഓഫ് സോർഡ്സ്. ഔട്ട്കം ആണ് 10 ഓഫ് വാൻഡ്സ്. ഔട്ട്കം അല്ല, സോറി, ആക്ഷൻ. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോണത് 10 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോണത് ഏസ് ഓഫ് പെന്റിക്കിൾസ്. ഔട്ട്കം ആണ് ഈ കാർഡ്. അപ്പോൾ ടോറസ്, ഇവിടെ ഞാൻ കാണുന്നത് 10 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ഇമോഷണലി ഫുൾഫില്ലിംഗ് എനർജിയാണ്, ഫാമിലിയുടെ എനർജിയാണ്, ലവിൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കുറേ ലവ് പറഞ്ഞ ഈ പേഴ്സണിന്റെ കൂടെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇവിടെ കുറേ നല്ല റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഇവിടെ. പക്ഷെ നൈറ്റ് ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ ആൻഡ് 2 ഓഫ് വാൻഡ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് റീസെൻ്റ്ലി എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടാവും, ഇല്ല വെച്ചാൽ എന്തോ ഒരു സഡൻ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അതിൻ്റെ കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ക്രോസ് റോഡ്സിലാണ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുക എന്ന് അറിയാണ്ട് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ എനർജി? ഈ പേഴ്സൻ്റെ എനർജി കിങ് ഓഫ് കപ്സ് ആണ്, വാട്ടർ സൈൻ, സ്കോർപ്പിയോ എനർജിയാണ് ഇത്. ഈ പേഴ്സൺ കുറേ ഒരു ഇമോഷണലി ബാലൻസ്ഡ് പേഴ്സൺ ആണ്, മെച്ചോർ പേഴ്സൺ ആണ്. 3 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ 3 ഓഫ് കപ്സ് ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. പക്ഷേ 3 ഓഫ് കപ്സും 6 ഓഫ് പെന്റിക്കിൾസ് ഒരുമിച്ച് വരുമ്പോൾ ഇതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ്. 6 ഓഫ് പെന്റിക്കിൾസ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. അതുകൊണ്ടുമാണ് ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായേ അതായിരിക്കാം. അതല്ല ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ അത്ര എഫേർട്ട് ഇടുന്നുണ്ടാവില്ല. അവരുടെ ജോലിയുടെ കാരണം അവർ ബിസി ആയിരിക്കും. അതും ഒരു ഇഷ്യൂ ആയിരിക്കാം. നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ എനർജി 3 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ അഗൈൻ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി കരിയറും ആവാം, വേറെ പേഴ്സൺ തന്നെ ആവണം എന്നില്ല. പക്ഷെ ചില സമയത്ത് ഇത് ഫാമിലിയും ഫ്രണ്ട്സും മറ്റേ ഒരു അഫെയർ അങ്ങനെയും ആവാം. അപ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷൻ വേറെ പറഞ്ഞ ഒരുമാതിരി ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് തരണത്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ മെസ്സേജ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഓഫ് പെന്റിക്കിൾസ്, യെസ്, 7 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ ഒരു കാര്യം പുറത്ത് വന്നിരിക്കണോ, എന്തോ ഒരു സീക്രട്ട് പുറത്ത് വന്നിരിക്കണോ. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആൻഡ് ഈ കാര്യം പുറത്ത് വരുമ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പോൾ കറൻ്റ്ലി ഒരു
അൺനോൺ ഔട്ട്കംലേക്കാണ് പറഞ്ഞ. ഇവിടെ എന്താ ഔട്ട്കം ഉണ്ടാവണേ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടാൾക്കും അറിയില്ല. ഓക്കെ, മുമ്പോട്ടാണോ പോകണ്ടേ, എന്താ വേണ്ടേ. അപ്പോൾ എന്തോ ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണ് വേണ്ടിയിട്ട് ഹെർമിറ്റ് ആണ്. നിങ്ങൾ കുറച്ചൊരു സമയം ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മേ ബി നിങ്ങളായിരിക്കും ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സെപ്പറേറ്റ് ചെയ്യണേ. കുറച്ച് സമയം വേണം നിങ്ങൾക്ക് എല്ലാം കൺസിഡർ ചെയ്യാൻ. ഫ്യൂച്ചർ ഉണ്ടോ എല്ലാം മുമ്പോട്ട് പറഞ്ഞ ഫ്യൂച്ചർ വൈസ് എല്ലാം ആലോചിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ എടുക്കണു. ഹെർമിറ്റ് വെർഗോ എനർജി. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറെ സ്ട്രെസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ. കുറെ ഓവർ തിങ്കിങ് ഉണ്ട്, രാത്രി ഉറക്കമില്ല. ഈ പേഴ്സന്റെ എനർജി ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് വോൺസ് ആണ്. അവർ നിങ്ങളെ കുറിച്ച് കുറെ പാഷനറ്റ് ആണ്. പക്ഷെ 9 ഓഫ് പെന്റിക്കിൾസിന്റെ ഇവിടെ ഈ പേഴ്സൺ ഒരു സിംഗിൾ എനർജിയിലാണ്. മേ ബി അവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ കമ്മിറ്റ്മെന്റ് ആയിരിക്കാം. അതും ആവാം. മേ ബി അവർ കുറെ വർക്ക് ഫോക്കസ്ഡ് ആണ്. പക്ഷെ അവർക്ക് കമ്മിറ്റ് ചെയ്യാൻ സമയമില്ല. പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് തരണം എന്നില്ല, കമ്മിറ്റ്മെന്റ് ചെയ്യണം എന്നില്ല. ഒരു ഫ്യൂച്ചർ അങ്ങനെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ അവർ ചിലപ്പോൾ ബിലീവ് ചെയ്യുന്നുണ്ടാവില്ല. അതും ഒരു പ്രശ്നമായിരിക്കാം ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ. ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. നിങ്ങൾക്ക് ഈ കാര്യം വേഗം സോർട്ട് ഔട്ട് ചെയ്യണം എന്നുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ഔട്ട്കം വേണം എന്നുണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കണു. എന്നുവെച്ചാൽ ഇത് എന്താ പുറത്ത് വന്ന വെച്ചാൽ പറഞ്ഞാൽ എന്താ ഈ ഇൻഫർമേഷൻ റിവീൽ അയച്ചാൽ അത് കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ റീകണക്ട് ചെയ്യണം എന്നുണ്ട്. ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ കുറെ ഇഷ്ടമാണ്. നിങ്ങൾ മാരേജ്, ഫ്യൂച്ചർ അങ്ങനെയൊക്കെയാണ് ഈ പേഴ്സന്റെ കൂടെ പ്ലാൻ ചെയ്യണ്ടായിരുന്നത്. ഈ പേഴ്സന്റെ എനർജി ക്വീൻ ഓഫ് സോഡ്സ് ആണ് ഇന്റൻഷനിൽ. അവരൊന്നും ഒളിപ്പിക്കാൻ നോക്കണില്ല. അവരെന്താ അല്ല വെച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയും. ഓൾറെഡി മേ ബി അവർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ കാര്യം മേ ബി നിങ്ങൾക്ക് അറിയണ്ടായില്ല. ഇപ്പോൾ 7 ഓഫ് ബോൺസ് വന്നിരിക്കണു ഇവിടെ ആൻഡ് 10 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ മാതിരി വേറെ സിറ്റുവേഷൻസ് ആയിരിക്കാം. ചിലവർക്ക് ഈ തേർഡ് പാർട്ടി മേ ബി അവർ മാരീഡ് ആണ്. മേ ബി അവരുടെ ഞാൻ പറഞ്ഞ മാതിരി ഫാമിലി ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അവരുടെ ഫാമിലി ഇതിൽ പറഞ്ഞ അവർ സമ്മതമില്ല അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ. അങ്ങനെ ആവാം. അതല്ല വെച്ചാൽ ഇവരുടെ കരിയർ, അവർ കുറെ കരിയർ ഫോക്കസ്ഡ് ആയതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ എന്തോ കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ആയിരിക്കാം. അവർ മേ ബി റെഡി ആയിരിക്കില്ല. അതുകൊണ്ട് അവർ റെസിസ്റ്റ് ചെയ്യണു. അവർക്ക് പറഞ്ഞ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അവർ അത്ര ഓക്കെ അല്ല അതിനു വേണ്ടിയിട്ട്. അപ്പോൾ 10 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. ഈ സിറ്റുവേഷനിൽ സൊല്യൂഷൻ നിങ്ങൾ വേഗം കണ്ടുപിടുത്തും. എന്നുവെച്ചാൽ 10 ഓഫ് വോൺസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അറിയാണ്ട് എന്താ ഫ്യൂച്ചർ ഉണ്ടാവുക ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി കുറെ സ്ട്രെസ് എടുക്കണു. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ വേഗം നിങ്ങൾ കണ്ടുപിടുത്താൻ നോക്കും. ഇവരുടെ കൂടെ സംസാരിച്ചിട്ടോ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടോ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഈ സിറ്റുവേഷൻ വേഗം എൻഡ് ചെയ്യാന്നാണ് നിങ്ങൾ നോക്കണത്. ഈ പ്രോബ്ലം എൻഡ് ചെയ്യാന്നാണ് നിങ്ങൾ ഒരു സൊല്യൂഷൻ നോക്കണത് അതിന്. 2 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ എനർജിയിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ഹീൽ ചെയ്യണം എന്നുണ്ട്. ഒരു സൊല്യൂഷൻ കണ്ടുപിടുത്തണം എന്നുണ്ട്. ആൻഡ് 2 ഓഫ് പെന്റിക്കിൾസ് ഒരു അൺഷുവർ എനർജിയാണ്, ഇംബാലൻസ്ഡ് എനർജിയാണ്. ഈ പേഴ്സണിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേബിൾ ഓഫർ അവർ തരാനിലാണ് അവരുടെ പ്ലാൻ. അവർ ഇതുവരെ കമ്മിറ്റ്മെന്റ് ചെയ്യണ്ടെന്നുണ്ടായിരുന്നു വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സ് മാറ്റം വന്നിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ് ആണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്. അപ്പോൾ അവരിവിടെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ജസ്റ്റിസ്, ഇവിടെ ഒരു മാരേജ് പ്രപ്പോസലും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രപ്പോസൽ, ഈ ഓഫർ എന്താ വെച്ചാൽ അത് കുറെ സ്റ്റേബിൾ ഓഫറാണ്. അപ്പോൾ ഔട്ട്കം ഇവിടെ കിങ് ഓഫ് വോൺസ്. അപ്പോൾ ഇവിടെ ആക്ഷൻ എടുക്കും. നിങ്ങൾ ആണ് ആക്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ ഈ പേഴ്സൺ റെസിപ്രോക്കേറ്റ് ചെയ്യും. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ ആയിരിക്കും ആക്ഷൻ എടുക്കുന്നുണ്ടാവുക ആൻഡ് നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ടാവുക. 4 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരാണ് ആക്ഷൻ എടുക്കണേ. ആൻഡ് നിങ്ങൾ കുറച്ച് റിസർവ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ എന്താ പറയാൻ പോണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇവരുടെ സൈഡിൽ നിന്ന് ഒരു അപ്പോളജി വരണു. അവർ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കണു.
ഓക്കെ, അപ്പോൾ ഔട്ട്കം പോസിറ്റീവ് ആണ്. ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ സ്റ്റാർട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജസ് നിങ്ങൾ രണ്ടാളുടെയും മനസ്സിലുള്ള തോട്ട്സ്? വി നീഡ് ടു ലെറ്റ് ഈച്ച് അതർ ഗോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാതിരി, നിങ്ങൾ ഓൾറെഡി സെപ്പറേഷനിലായിരിക്കാം. ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. ഫൈൻഡിങ് ഔട്ട് ദ ട്രൂത്ത് ക്രഷ്ഡ് മീ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തോ ഒരു സീക്രട്ടോ എന്തോ ഒരു കാര്യം പുറത്തു വന്നു, അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. ഐ എം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ആ കണക്ഷൻ. അപ്പോൾ ഈ കണക്ഷൻ ഇപ്പോൾ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി അവർക്ക് കമ്മിറ്റ്മെന്റ് വേണം എന്നുണ്ടായിരുന്നില്ല വെച്ചാൽ ഇപ്പോൾ അവരുടെ മനസ്സിലൊരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ അവർക്ക് ഇപ്പോൾ മനസ്സിലാവാൻ തുടങ്ങിയിരിക്കണു അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ കമ്മിറ്റ്മെന്റ് മുമ്പേ ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഇപ്പോൾ അത് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ടോറസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ഇവിടെ കുറേ ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേരിയസ് ഉണ്ട്, ലീബ്ര ഉണ്ട്, ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.